പ്രബോധിപ്പിക്കുകയും ചെയ്യും. ലാസ്റ്റ് സാജൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദവും പറയും. ഞാൻ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു, നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോട് വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞു സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയാക്കിയിരിക്കുന്നു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോട് വിധിക്കും, ജാതികൾക്ക് നേരോട് ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവരെ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ. അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ. രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു. എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി. അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദരിദ്രനെ എന്നേക്കും മറന്നു പോകില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്കൊന്നും ഭംഗം വരികയുമില്ല. യഹോവേ, എഴുന്നേൽക്കണമേ. മർത്യൻ പ്രബലനാകരുതേ. ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. യഹോവേ, തങ്ങൾ മർത്യർ എത്രയെന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനം വായിച്ച് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. നാം തുടർമാനമായിട്ട് വായിച്ചു വരുന്നതായ സങ്കീർത്തനമാണല്ലോ. അങ്ങനെ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം നമുക്ക് 9-ാം സങ്കീർത്തനം വായിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തല്ലോ. ഈ 9-ാം സങ്കീർത്തനത്തിലെ 20 വാക്യങ്ങളും വിശദീകരണങ്ങൾ ചെയ്യുവാനുള്ളതായ സമയം നമ്മുടെ മുൻപിലില്ല. എന്നാൽ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തുന്നവനായ ഒരു കർത്താവാണ്. ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ ചിന്തകൾ കടന്നു വരുവാൻ തക്കോണം ഇടയായിത്തീരും. എൻ്റെ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകും, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിത്തീരും എന്നുള്ളതായ ചിന്തകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കോണം ഇടയായിത്തീരും. സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം കിട്ടുകയില്ലയോ, എൻ്റെ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കുകയില്ലയോ, എൻ്റെ കാര്യം എന്താകുമെന്നുള്ള ചിന്തയോടെ, മനപ്രയാസത്തോടെ, ഭാരത്തോടെ, ദുഃഖത്തോടെ ഇരിക്കുന്നതായ ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് ഈ സങ്കീർത്തനത്തിൽ കൂടെ ഇടപെടുവാൻ തക്കോണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് 4-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തുന്നവനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായിത്തീരും. എന്താണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നതായ ഒരു വാക്യം ഇങ്ങനെയാണ്: ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ കർത്താവാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ എൻ്റെ കാര്യത്തിന് എന്ത് മറുപടി ലഭിക്കും, എൻ്റെ കാര്യം എന്താകുമെന്നോർത്ത്
നാം ഭാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ നാം ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ ദൈവം ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളും വ്യവഹാരവും നടത്തുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. യെരമ്യാ പ്രവചനത്തിൽ നാം വായിച്ചല്ലോ, ഹല്ലേലൂയ, എങ്ങനെയാണ് വായിച്ചത്? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ കർത്താവാകുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്കൊരു ധൈര്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഒരു ബലവും ശക്തിയും നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം ആരാണ്? സകല ജഡത്തിന്റെയും ദൈവമായ കർത്താവാകുന്നു. അടുത്തവൻ ചോദിക്കുകയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രികാലം ഏതെങ്കിലും കാര്യത്തിൽ നീ ഹൃദയത്തിൽ ഭാരത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നിന്നെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത്, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ഉറച്ച് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എനിക്ക് കഴിയാത്തതായ ഒരു കാര്യവും ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഹല്ലേലൂയ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന മറ്റൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നതായ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ് നാം ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി ഹല്ലേലൂയ എൻ്റെ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കുകയില്ല എന്ന് ഓർത്ത് നാം ഭാരപ്പെടുന്നതായ സമയത്ത് ഹല്ലേലൂയ ഇതാ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഇവിടെ ഇതാ നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് വായിക്കണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. എനിക്ക് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അതിന്റെ സാഹചര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായ വാഗ്ദത്തത്തെ ഹല്ലേലൂയ അവർ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ സാറ ചിന്തിച്ചിരുന്നു, എനിക്ക് ഇനി ഒരു ഹല്ലേലൂയ ഒരു പുത്രനെ ലഭിക്കുക, എന്നാൽ എനിക്ക് ഹല്ലേലൂയ ഒരു പുത്രനെ ഹല്ലേലൂയ ഒരു പൈതലിനെ എനിക്ക് അണയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിലാണ് സ്തോത്രം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അബ്രഹാമിനോട് സാറയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് സാറയോട് പറയുന്നതായ വാക്കുകളാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ആ കാര്യം പറയുമ്പോൾ ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ സാറയ്ക്ക് ഉള്ളിൽ ഒരു ചിരി വരുവാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ മുകളിലെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. വൃദ്ധനായിരിക്കും. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കുകയില്ല എന്നുള്ളതായ ചിന്തയോടെ നാം ഇരിക്കുമ്പോൾ സ്തോത്രം എന്നാൽ ഏത് സാഹചര്യത്തിന്റെ നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതാണ് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നിന്റെ മുൻപിൽ നിന്റെ ഹല്ലേലൂയ ബുദ്ധിമണ്ഡലത്തിന് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ വിഷയമാണ് നിന്നെ ഭരിക്കുന്നതെങ്കിലും സ്തോത്രം നീ ദൈവവചനത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നിന്നോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. അവൾ പറയുകയാണ്, അടുത്ത വാക്ക് പറയുന്നു, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഏത് സാഹചര്യത്തിന്റെ നടുവിലാണ് നാം ഭാരത്തോടെ ഇരിക്കുന്നത്, ഏത് സാഹചര്യത്തിന്റെ നടുവിലാണ് അല്ലെങ്കിൽ നാം പ്രയാസത്തോടെ പ്രതികൂലത്തോടെ അല്ലെങ്കിൽ ഇതിനൊരു മറുപടി ലഭിക്കുകയില്ല എന്നുള്ള ചിന്തയോടെ നാം ആയിരിക്കുന്നത്, എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നമ്മളോട് പറയുന്നതായ ഒരു വാക്ക് നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്തോത്രം
ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നാം ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ, ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ കൃപ നാം പ്രാപിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അവിടെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ, 1-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധാനത്തിൽ ദൈവവചനത്തിന്റെ മുൻപാകെ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം വിശ്വസിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ളത് വ്യക്തമായി നാം മനസ്സിലാക്കിക്കൊണ്ട് മറിയ പറഞ്ഞതുപോലെ ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വിശ്വാസത്തോടെ നമുക്ക് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുമോ? ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് നാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. സ്തോത്രം. നോക്കുക, അവൾ വിശ്വസിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ സങ്കീർത്തനത്തിൽ കൂടെ ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രികാലം ആരെങ്കിലും ഹല്ലേലൂയ, ഏകദേശം 10-14 പേരിൽ കൂടുതൽ, ഹല്ലേലൂയ 18 പേരോളം ഹല്ലേലൂയ ഈ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, ഇവരിൽ ആർക്കെങ്കിലും, നിങ്ങളിൽ ആർക്കെങ്കിലും ഹല്ലേലൂയ ഹൃദയത്തിൽ എന്റെ കാര്യത്തിന്റെ ഹല്ലേലൂയ ഇതിന്റെ ഒരു മറുപടി എങ്ങനെ ലഭിക്കുമെന്ന് ഓർത്ത് ഇന്ന് രാത്രികാലം ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ അവനോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു നിന്നത് ഇങ്ങനെയാണ്. 9-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ഹല്ലേലൂയ, നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. ഇന്ന് രാത്രികാലം പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധാനത്തോട് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവസന്നിധാനത്തോട് അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, അവന്റെ ഹൃദയം അതുപോലെ ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരിക്കുന്നതായ ഒരു അനുഭവമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീരണം. സ്തോത്രം. 7-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ദാവീദ് പറയുന്നതായ മറ്റൊരു വാക്കുകൂടെ നമുക്ക് അവിടെ വായിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ ഹല്ലേലൂയ പാർക്കേണ്ടതിന് തന്നെ. ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ ദാവീദ് ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്താണ് തീരുമാനമെടുത്തത്? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയം ദൈവസന്നിധാനത്തിലേക്ക്, ദാവീദ് ദൈവസന്നിധാനത്തിലേക്ക് അടുത്ത് ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ നമുക്ക് പൂർണ്ണമായി ദൈവത്തോട് അടുക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഞാൻ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തോട്, മറ്റാരോടും ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്നതായ മറ്റാർക്കും നിങ്ങളുടെ വിഷയങ്ങൾ അറിയത്തില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം തുറന്ന് ഹല്ലേലൂയ ദൈവത്തോട് നിങ്ങളുടെ ഹല്ലേലൂയ വാ കൊണ്ട് നിങ്ങൾക്ക് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു. എന്താണ് അപേക്ഷിക്കുന്നത്? ഹല്ലേലൂയ, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ അല്ലെ, ദൈവത്തോട് അപേക്ഷിക്കുന്നത് തന്നെ നമ്മുടെ ആഗ്രഹമായിരിക്കണം. അത് നമ്മുടെ മറ്റൊന്നുമല്ല. ഒന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവന്റെ ആയുഷ്കാലമൊക്കെയും ഹല്ലേലൂയ യഹോവയുടെ ആലയത്തിൽ
പാർക്കേണ്ടതിന് തന്നെ ദൈവത്തിന്റെ ആലയത്തിൽ പാർത്തുകൊണ്ട് ദൈവത്തിന്റെ മനോഹാരിത മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ ആ ആത്മീയ സന്തോഷം അനുഭവിച്ചുകൊണ്ട് മുന്നേറുന്നതായ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനുവേണ്ടി നമ്മളെ തന്നെ ഇന്ന് പകൽ രാത്രികാലം ദൈവസന്നാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 12-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. അല്ലെങ്കിൽ പല കാര്യങ്ങളും നാം ഓർത്ത് ഭാരപ്പെടുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ സ്തോത്രം അപ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ നന്മകൾക്കനുസരിച്ച് നാം നമ്മളെ തന്നെ മറന്ന് നാം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം അവിടെയും പറയുന്നു, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹല്ലേലൂയ ഒരു ഉപമയോടെ കൂടിയാണല്ലോ യേശു ഹല്ലേലൂയ അവിടെ സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. തിന്നുക അല്ല ഒരുവൻ പറയുന്നു, എനിക്ക് ലഭിക്കുന്നതൊക്കെ ഞാൻ കളപ്പുരയിൽ കൂട്ടിവെച്ച് ഞാൻ സന്തോഷത്തോടെ മുൻപോട്ട് പോകും എന്നൊക്കെ താൻ ചിന്തിക്കുന്ന വേളയില് താൻ ഹല്ലേലൂയ ദൈവം അവനോട് ചോദിക്കുകയാണ്, മൂടാ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ എടുത്തു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ നീ സമ്പാദിച്ചതൊക്കെ ആർക്കായി തീരും എന്നുള്ളത് ഹല്ലേലൂയ അവിടെ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ അതിന്റെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ദൈവ വിഷയമായി നാം സമ്പന്നരായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നാം വായിച്ചതായ വാക്യം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെയാണല്ലോ നാം വായിച്ചത്, നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. ഹല്ലേലൂയ ദൈവം നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തുന്നു. അനേക പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, അല്ലെങ്കിൽ അനേക യുദ്ധങ്ങളൊക്കെ ഹല്ലേലൂയ ജയിച്ച് മുന്നേറുന്നതായ സമയത്താണ് ഹല്ലേലൂയ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പല കാര്യങ്ങൾ അതിന്റെ പിൻപിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്കിപ്പോൾ വിശദീകരിക്കുവാനുള്ളതായ സമയങ്ങളില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നാനത്തിൽ അവന്റെ ഹൃദയം പകർന്ന് ഹല്ലേലൂയ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിക്കും. അത്യുന്നതനായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. 4 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 1, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. മൂന്നാമത് താൻ പറയുന്നു, ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. സ്തോത്രം. ഇപ്പോൾ നാം ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകപരമായി അനേകര് ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നതായ കാലഘട്ടമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ല. എന്നാൽ ഒരു യഹോവ ഭക്തനെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യഹോവയിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. അത്യുന്നതനായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. നമുക്ക് കീർത്തിക്കുവാനുള്ളത് ദൈവത്തിന്റെ നാമത്തെയാണ്. അങ്ങനെ ദൈവത്തെ കീർത്തിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ളത് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ സങ്കീർത്തനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരുന്ന ഒരു ദൈവമുണ്ട്. എന്റെ കാര്യം എന്നുള്ളതായ ചിന്തയിൽ നാം ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ, പ്രയാസങ്ങളെ, ഭാരങ്ങളെ അകറ്റി മുന്നേറുവാനുള്ളതായ കൃപ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിക്കുവാൻ അമ്മാമേ വല്ലവർക്കും ടെസ്റ്റ് സാക്ഷ്യം വല്ലതും ഉണ്ടേ പറയാം. എനിക്കുണ്ട് സാക്ഷ്യം. അത് അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനം പറയുവാൻ പ്രിയ പാസ്റ്ററെ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന അതിന് നമുക്ക് അനേക വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് ആദ്യമായി ഓക്കെ, ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ സമയം അതിനായിട്ട് ഉപയോഗിക്കാം. സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞാൻ ജോലി പോയിട്ട് വളരെയധികം ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച മഞ്ജുഷയാണോ? അതെ 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 അത് പറയണേ.
പറഞ്ഞോ. മഞ്ജുഷ, അപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വിധത്തിലും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പാർട്ട് ടൈം ശരിയായി. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ച പാർട്ട് ടൈം ശരിയായി. നാളെ തൊട്ട് ട്രെയിനിങ് തുടങ്ങാണ്. പാർട്ട് ടൈം ആണെങ്കിൽ തന്നെ ആ സമയത്തിനുള്ളിൽ എനിക്ക് വേറെ നോക്കാനും പറ്റും, ഒരു വരുമാനവും ആകും. അതേപടി തന്നെ ചിലപ്പോൾ അവരെനിക്ക് ഫുൾ ടൈം ആക്കി തരുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. സ്പോൺസർഷിപ്പിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ തന്നെയും എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിൽ ദൈവം തന്ന അത്ഭുതമാണ് ഈ ജോലി. അതാണ് എന്റെ സാക്ഷ്യം. സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എന്റെ ദൈവത്തിന് നന്ദി ഒരു എന്റെ കാര്യം ദൈവമേ. അസാധ്യമല്ലെന്ന് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് പ്രകാരം എന്റെ കർത്താവ് വലിയവ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി അഡ്മിൻ ജേസിയെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ നല്ല രാത്രിയുടെ യാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാപ്പന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകയാൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുക കർത്താവെ. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. അപ്പാ, രാത്രികാലം കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പ്രാഗൽഭ്യത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ 2.5 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ കർത്താവെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിലൊക്കെയും സ്വർഗത്തിലെ അപ്പം ഞങ്ങൾക്ക് മുൻപേ നടന്ന് കർത്താവെ ഞങ്ങളുടെ കരം പിടിച്ച് ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിച്ച് വഴി നടത്തി കർത്താവ്. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി കർത്താവെ. നന്ദിയല്ല അതൊന്നും പറയുവാനില്ലപ്പാ. ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവ്. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞാൻ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കും. അത്ഭുതങ്ങളെ ഒക്കെ ഞാൻ മണ്ണിക്കുന്നു കർത്താവേ. അപ്പാ, പറഞ്ഞു തീരാത്ത അനവധി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടവരാ കർത്താവേ. അപ്പാ, രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ യഹോവ പീഡിതനൊരഭയസ്ഥാനമാ, കഷ്ടകാലത്തൊരഭയസ്ഥാനമാ. രാത്രി സാധിക്കണ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുക സ്വർഗത്തിലെ ദൈവയുടെ ആക്കിയതോർത്ത് സ്തോത്രം കർത്താവേ. അപ്പാ, കണ്ണുനീരോടെ നിന്റെ പൈതലായിരുന്നപ്പോൾ കർത്താവേ ഈ ഗ്രൂപ്പിൽ കയറുവാനും നിന്റെ മകൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അത്ഭുതം ചെയ്തു കൊടുത്തതിനായി സ്തോത്രം കർത്താവേ. അപ്പാ, നിന്റെ മകളെ ആ യുകെയുടെ മണ്ണിലാക്കിയിരിക്കുന്നു എങ്കിൽ ദൈവമേ ഒരു വിസ ഉള്ളത് കർത്താവെ നഷ്ടപ്പെട്ടു പോകുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൾക്ക് വേണ്ടി സ്വർഗം വൻ കാര്യങ്ങളെ ചെയ്യണമേ. അങ്ങയുടെ പൈതല കർത്താവെ. അപ്പാ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവളാ കർത്താവെ. അങ്ങയുടെ അത്ഭുതങ്ങളെ കാണുവാൻ നിന്റെ പൈതലിന്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം കർത്താവെ. അപ്പാ, എല്ലാ ശാരീരിക മാനസിക ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം നിന്റെ പൈതലിനെ വിടുവിച്ച് കർത്താവെ. യുകെയുടെ മണ്ണിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയായി കർത്താവ് അനേക യുവതി യുവാക്കന്മാരെ നേടുവാൻ തക്കവണ്ണം എന്റെ മകളെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മാതാവിന്റെ കണ്ണുനീര് കർത്താവെ എന്റെ മകൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കണം കർത്താവെ. അപ്പ, ശൈലേശ്വര നാട്ടിലായിരിക്കുന്ന അപ്പച്ച നിന്റെ മകൾക്ക് ആരാധനയ്ക്ക് പോകുവാൻ കർത്താവെ സാഹചര്യം ഒരുക്കണമേ. നിന്റെ മകളും കർത്താവെ ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറിയത് കർത്താവ് കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ സഹായിക്കണമല്ലോ. അബ്രഹാമിന്റെ മകളാകയാൽ നീ വീടിന് രക്ഷ വന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി സങ്കീർത്തനം പ്രബോധിപ്പിച്ച ദൈവദാസിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. സൗദിയുടെ പട്ടണത്തെ ഞങ്ങൾ അവകാശം ചൊല്ലി പ്രാർത്ഥിക്കുക കർത്താവെ. ആ രാജ്യത്ത് നടക്കുന്ന എല്ലാ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, ജോലി സാഹചര്യങ്ങളുടെ മധ്യത്തിലും അപ്പാ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി സങ്കീർത്തനങ്ങളാലും കർത്താവെ അപ്പച്ച വചന ശുശ്രൂഷയിലും ഒക്കെ ദൈവമേ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ
എല്ലാ കൈത്താങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഇരട്ടി പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രന്റെ മകനെ കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജെഫിൻ ബ്രദറിനെ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അമേരിക്കയുടെ മണ്ണിൽ നിന്റെ മകനായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയത് കർത്താവേ. എന്റെ മകന്റെ കുടുംബത്തിനും അടിയങ്ങൾക്കും അനുഗ്രഹമായി തീരണം കർത്താവേ. കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളൊക്കെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ ജ്വലിപ്പിക്കുക കർത്താവെ. ആരാധന ലീഡ് ചെയ്യുവാന്, പ്രാർത്ഥിക്കുവാന്, പാടുവാനൊക്കെ നിന്റെ മകന് സാഹചര്യം ഒരുക്കി കൊടുക്കുമാറാകണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. മാളമാമയെ കുടുംബമായ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൾ അമേരിക്കയുടെ മണ്ണിലായിരിക്കുമ്പോൾ കർത്താവെ ഇത്രത്തോളം യഹോവ നടത്തിയല്ലോ കർത്താവെ. അപ്പച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. 3 തലമുറകളെ ഏൽപ്പിക്കുന്നു. കൊച്ചുമക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇളയ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവെ. അപ്പച്ച തക്ക സമയത്തെല്ലാം ചന്തോചിതമായി സ്വർഗത്തിലെ ദൈവം ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം 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 കർത്താവ്. ബിന്ദുവിനെ കുടുംബമായി അങ്ങയുടെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ആര്യയ്ക്ക് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സങ്കീർത്തനം വായിക്കുവാൻ തക്കോണം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. നിന്റെ മകളും ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മെഡിക്കലൊക്കെ നടത്തിയിട്ടിരിക്കുന്നല്ലോ കർത്താവെ. വേഗത്തിൽ അതിനുള്ള ക്രമീകരണം മുഖാന്തരങ്ങളും എല്ലാം ചെയ്തു കൊടുക്കണം കർത്താവെ. അപ്പ അങ്ങയുടെ വചനം വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അതൊക്കെ കർത്താവെ പ്രമാണിക്കുന്നവനും ഭാഗ്യവാനും അങ്ങയുടെ വചനം കർത്താവെ. എൻ്റെ മക്കളൊക്കെ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ സ്വർഗത്തിലെ അപ്പന്റെ കരത്തിന്റെ അനുകൂലത വേഗത്തിൽ വെളിപ്പെട്ട് കർത്താവെ. യഹോവ എനിക്ക് വൻ കാര്യം ചെയ്തിരിക്കുന്നു പറയുവാനിടയാക്കണമേ. ബിന്ദു വിജയനെ കുടുംബമായ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ മകൾക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകുവാനൊക്കെ സഹായിക്കണമേ. ജീവിത പങ്കാളിയും തലമുറകളും എല്ലാം ഒരുമിച്ച് നിന്ന് ഞാനും എൻ്റെ കുടുംബങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പാ സഹായിക്കുമാറാകണമെന്നേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ജൈനിയെയും കർത്താവ് കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ നിന്റെ സന്നിധിയിൽ നിന്റെ മകളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായും വ്യക്തമായും നിന്റെ മകളോട് ഇടപെടണം കർത്താവെ. അപ്പാ കർത്താവെ എന്റെ മകളെ രക്തം കൊണ്ട് വചനം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച നീറുന്ന ഹൃദയവുമായ ഒരു ഹന്നായെ പോലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ അപ്പച്ച എന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ് സ്വർഗം പ്രവർത്തിക്കണം. മാതാവിനെ ജീവിത പങ്കാളിയെ തലമുറയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പച്ച. അവരൊരുമിച്ച് ആരാധനയൊക്കെ കൊടുവാൻ ദൈവമേ സാഹചര്യങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ യേശു പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. സാറാമച്ചാണ്ടി എന്ന ഡിവൈസിലുള്ള അമ്മാമയെ കുടുംബവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അച്ഛനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകളുടെ ശരീരത്തിന് ബലവും ആരോഗ്യവും നിന്റെ മകന് കൊടുക്കണം കർത്താവെ. അപ്പാ യേശുവെ വാർദ്ധക്യം അറിയുള്ള കാലത്ത് ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് അരുളി ചെയ്ത കർത്താവെ. കഴിഞ്ഞ നാളുകൾ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്ന മകനാ കർത്താവെ. അപ്പച്ച അതിന്റെ മകന്റെ ശരീരാത്മദേഹങ്ങളെ ബലപ്പെടുത്തണമേ. അപ്പാ മകനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ നിന്റെ മകന് വേഗത്തിൽ ഒരു വിവാഹം നടക്കുവാൻ തക്കോണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. പറഞ്ഞ വാക്തത്വം അങ്ങായതുകൊണ്ട് കർത്താവെ അപ്പാ നീ ഞങ്ങളുടെ കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവമാകയാൽ സ്തോത്രം. അപ്പാ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ അത് നടക്കാൻ പോകുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനുള്ള മുഖാന്തരങ്ങളെ സ്വർഗം ഒരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അപ്പ ഞങ്ങൾക്കറിയില്ലെങ്കിലും അപ്പ ഞങ്ങളുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്നൊക്കെ സ്വർഗത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം അപ്പച്ച. സ്തോത്രം അപ്പാ സ്തോത്രം. യേശുവെ കരുണ തോന്നണം. സന്തോഷ് പ്രവനെ കുടുംബമായി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ നിന്റെ മകനും സൗദിയിലായിരിക്കുന്നല്ലോ അപ്പാ. യേശുവെ നിന്റെ മകന്റെ ബിസിനസ്സിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥനാ വിഷയങ്ങളെയൊക്കെ സ്വർഗം അറിയുന്നില്ല ഇത്രത്തോളം യഹോവ കരുതിയല്ലോ അപ്പാ. എൻ്റെ ദൈവമേ അപ്പാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവ് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത കർത്താവേ. അപ്പാ നിന്റെ മകൻ ദൈവസന്നിധി ഇരിക്കുന്നത് കർത്താവെ നീതിയായി കണക്കിടണമേ. അപ്പാ എല്ലാ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ കർത്താവെ ദാനിയേലിന്റെ സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങി സിംഹങ്ങളുടെ അവന് വായന കടച്ച് കാത്തു പരിപാലിച്ച ദൈവം കർത്താവെ. സിംഹങ്ങൾ കേടുത് വരുത്താതിരിപ്പാൻ ദൈവം സൂക്ഷിച്ചതുപോലെ നിന്റെ മകനെ അവിടുന്ന് സൂക്ഷിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്ര. ആരാധനയോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവെ സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗമേ കുടുംബം അവിടുന്ന് സഹായിക്കണം. അപ്പൂനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുശീല
നെൽസെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. രശ്മീശ്രെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളും ബോംബെയുടെ പട്ടണത്തിൽ നാട്ടിലായിരിക്കുന്നല്ല കർത്താവെ. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളൊക്കെ അത് കൊടുത്ത് നിന്റെ മകളെ മാനിക്കുമാറാകണം കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ യേശുവേ, നല്ലൊരു അവധിക്കാലം ചിലവഴിച്ച് കർത്താവെ മടങ്ങിപ്പോകുക സ്വർഗം സഹായിക്കണമേ കർത്താവെ. അപ്പ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ കയറുവാനൊക്കെ സാഹചര്യം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രിൻസിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന മകൾക്ക് കർത്താവ് ഒരു മൊബൈലൊക്കെ ലഭിക്കാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണം. വേഗത്തിൽ ഗ്രൂപ്പിൽ ജോയിൻ ആകുവാൻ സാഹചര്യം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആശയ കുടുംബമായി ഓർക്കുന്നു കർത്താവെ. നാളെ പകൽക്കാലം നിന്റെ മകൾക്കൊരു കർത്താവെ മീറ്റിംഗ് ഉണ്ടല്ലോ കർത്താവെ. യുവാക്കന്മാരുടെ ഇടയിൽ ലഹരി വിമുക്ത ക്യാമ്പിൽ സംസാരിപ്പാൻ നിന്റെ മകളെ അധികാരപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം കർത്താവെ. പ്രാഗൽഭ്യത്തോടെ ബഹുനിശ്ചയത്തോടെ അങ്ങയുടെ വചനം സംസാരിപ്പാൻ നിന്റെ മകളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പൊ അറിയനായ കുടുംബമായ ഘടകാരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ശാരീരിക ബലഹീനതകളിൽ കർത്താവെ ബലം കൽപ്പിക്കുമാറാകണം. കൊളസ്ട്രോളിന്റെ ലെവലൊക്കെ നോർമലാക്കി നിന്റെ മകളെ മാനിക്കുമാറാകണം. കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് ജോലി സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ അസാധാരണമായ കാര്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസവും ജോലിയിൽ ഉണ്ടാകുവാനിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പൊ അങ്ങെല്ലാവരെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം 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 കർത്താവെ. അപ്പൊ മോനിമാമയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ നിന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അച്ഛൻ്റെ ബിസിനസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ നിന്റെ മകന്റെ യാത്രയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ആരാധനയ്ക്ക് കയറുവാനൊക്കെ സാഹചര്യം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തലമുറകളെ രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരുതലും കാവലും സംരക്ഷണം ഉണ്ടാകണമേ. നിവ്യായെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു വിസ ലഭിക്കുവാനും അപ്പച്ച നല്ലൊരു റിസൾട്ട് ലഭിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സ്തോത്രം. അപ്പ കുഞ്ഞുങ്ങളെല്ലാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനകരമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മോളിമാമയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അപ്പച്ച. അതിന്റെ മകളുടെ വയറിന്റെ നീര്, ബുദ്ധിമുട്ട്, പ്രയാസമൊക്കെ മാറി ശ്വാസം മുട്ടിന്റെ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ വിടിവിച്ചില്ലാത്തതിന് ഉള്ളതുപോലെ ഉണ്ടാക്കുന്ന കർത്താവെ. എന്റെ മകളുടെ എല്ലാ ശാരീരിക ബലഹീനതകളിൽ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. അപ്പച്ച സ്തോത്ര. ശരീരം ആത്മദേഹങ്ങളെ ബലപ്പെടുത്തണമേ. പിഞ്ചു വൈദങ്ങളെ എല്ലാം രക്തം കൊണ്ടും വചനം കൊണ്ടും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഷേർലിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുന്ന മാസം നിന്റെ മകൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. കഴിഞ്ഞ 5 മാസക്കാലം യുക്കയുടെ മണ്ണിലായിരിക്കാൻ നിന്റെ മകൾക്ക് സഹായിച്ചു. പ്രാർത്ഥന വിഷയങ്ങളെ ഏൽപ്പിച്ച് നീറുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം മഞ്ഞും മഴയും അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ സ്തോത്രം സ്തോത്രം. പാപ്പ പിഞ്ചു വൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൂക്ഷിക്കണം, ബലം കൽപ്പിക്കണമേ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ കുടുംബങ്ങളെ എല്ലാം മുദ്രയിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം. അമ്മേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറിയത് എന്റെ മകൾക്ക് ഒരു അനുഗ്രഹമായി തീരണം കർത്താവെ. വരുന്ന മാസം തലമുറയുടെ വിവാഹമാണല്ലോ കർത്താവെ. അപ്പ എന്റെ കർത്താവെ, കാനാവിലെ കല്യാണത്തിന് കുറവ് തീർത്ത കർത്താവ് അപ്പച്ച വിവാഹത്തിന് ആദ്യോടന്തം പരിശുദ്ധാത്മാവ് എല്ലാ കാര്യവും നിയന്ത്രിച്ചു കൊള്ളുമാറാണ് ഏകയായ നിന്റെ മകള് കർത്താവെ. അപ്പൊ എല്ലാ കാര്യത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ കർത്താവ് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം ജയമെന്ന് പറയുവാൻ കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് സംസാരിച്ച എല്ലാ ദൂതുകൾക്ക് ആലോചനകൾക്കായി സ്തോത്രം കർത്താവെ. അപ്പച്ച അപ്പൊ യാത്രകളിൽ കൂടെ ഇരിക്കണം കർത്താവെ. കുടുംബങ്ങളെ, 2 കുഞ്ഞുങ്ങളെ കർത്താവെ അങ്ങയുടെ കാര്യങ്ങളിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസം ഒന്നും ഉണ്ടാകല്ലേ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു മാനിക്കുമാറാകണം കർത്താവെ. അപ്പ ദേശത്തായിരിക്കുന്ന 2 കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥി. അവരുടെ യാത്രകളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. നാൻസി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ നിന്റെ മകളെ കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ വിഷയ സ്വർഗത്തിലെ അപ്പൻ അറിയുന്നല്ലോ കർത്താവെ. അപ്പൊ ഹന്നായുടെ ഗർഭദ്വാരം തുറന്ന കർത്താവെ, ഹന്നായുടെ ഹൃദയം അറിഞ്ഞ കർത്താവ്, എന്റെ മകളുടെ ഹൃദയത്തിന്റെ വേദന അറിയണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം തലമുറയെ കൊടുക്കുമാറാകണം കർത്താവെ. സ്തോത്രപ്പ. എന്റെ മകൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ കർത്താവെ, ഹൃദയം ദൈവസന്നിധി പകരുമ്പോൾ ആരോടും പറയുവാൻ കഴിയാതെ ദൈവസന്നിധി ഇരുന്ന് ഞരങ്ങുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവമേ അത്ഭുതങ്ങളെ കാണുവാൻ
ഇടയാക്കണമേ. മോളിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾക്ക് സാഹചര്യം അനുകൂലമാക്കി കൊടുക്കണം. പ്രേയറിന് കയറുവാൻ നാട്ടിലൊക്കെ പോകുവാൻ നിന്റെ മകൾ ആഗ്രഹിക്കുന്നല്ലോ. യാത്രകളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം എടിയന്റെ മാതാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണ തോന്നണം. ഇത്രത്തോളം അപ്പച്ച പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം കൊടുക്കുന്ന സാഹചര്യങ്ങൾക്കായി സ്തോത്രം സ്തോത്രം. സൂസമ്മയെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അബുദാബി പട്ടണത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന സഭയെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ അപ്പ മനോജ് ബ്രദറിനെ കുടുംബമായി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിന്റെ പട്ടണത്തെ ഞങ്ങൾ അവകാശം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന സഭകളെ കൂട്ടായ്മകളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലും ഇരട്ടി പ്രതിഫലം കൊടുക്കണം. കർത്താവെ അപ്പച്ചവൻ ആർക്കും കടക്കാരനല്ലല്ലോ. കർത്താവെ അപ്പ അതിന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയം ഏൽപ്പിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകായിരങ്ങളെ നേടുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. സന്ധ്യശ്രയം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കൾ കർത്താവെ സൗര കുടുംബങ്ങളെ എല്ലാം ഏൽപ്പിക്കും. ഒരു കുളപ്പ് പോലും ശേഷിക്കാതെ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവയിടയാക്കണമേ എന്ന് അടിയനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരുതലുണ്ടാകണം. രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വക്താക്കളാക്കി കുഞ്ഞുങ്ങളെ അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ ജീവിത പങ്കാളിയെ വാർദ്ധക്യത്തിലായിരിക്കും മാതാവിനെയൊക്കെ ഏൽപ്പിക്കുന്നു. അപ്പച്ച ഈ ദേശത്ത് അങ്ങയുടെ മണ്ണിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിന്ന് പ്രാർത്ഥിക്കുവാൻ തരുന്ന സാവകാശനായി സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കണം. അപ്പൊ ഞാൻ നോക്കുന്ന പേഷ്യന് ശാന്തത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. പയബി പാസ്റ്ററെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിനോയ് പാസ്റ്ററെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലം ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ദൈവവചനം സംസാരിച്ച സകല ദൈവദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ എല്ലാം ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ കരങ്ങളിൽ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സഭയാം കുടുംബങ്ങളെ തലമുറകളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥികൾ അല്പസമയം അങ്ങയുടെ പാദപീഠത്തെ ഇടിക്കട്ടെ. അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. കർത്താവെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടൊപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. വചനം സംസാരിക്കുന്ന മകനെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഏതാത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ സംസാരിപ്പാ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് സംസാരിപ്പാൻ ഞങ്ങളെ എന്റെ മകനെ ഒരുക്കണം. പറയുന്ന വായും കേൾക്കുന്ന ചെവി ഒരുപോലെ അനുഗ്രഹിക്കപ്പെടണം. എല്ലാം ചന്തോചിതമായി ചെയ്യുവാൻ സ്വർഗത്തിലെ അപ്പം ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. ബലഹീനങ്ങളുള്ള അടിയന്റെ പ്രാർത്ഥന കേട്ട് യാതൊരു മറുപടി തണോ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. നമ്മുടെ ഗ്രൂപ്പിനെ വഹിച്ചു, നമ്മുടെ കുടുംബങ്ങളെ വഹിച്ചു ഗ്രേസി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുമാറാകട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അധിക സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. മുനിഷ പ്രാർത്ഥിച്ചാട്ടോ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അടയങ്ങൾ ഒന്നിച്ചു കൂടി കർത്താവേ, നിന്റെ മകൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ കർത്താവെ ആവശ്യപ്പെട്ട കാര്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേരളത്തിലെ എല്ലാ അവസ്ഥയും കർത്താവെ, അന്തരീക്ഷവും കർത്താവ് അറിയുന്നല്ലോ ദൈവമേ. അവിടുന്ന് കർത്താവെ, കേരളത്തിലെ ഓരോ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി കർത്താവെ, നീ അവരോട് കൂടെ ഇരുന്ന് കർത്താവെ, അവർക്ക് കർത്താവെ നന്മയും കരുണയോടെയും വളരുവാനുള്ള കൃപയും കരുണയും ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാൻ അനുവദിക്കരുതേ കർത്താവെ. മാതാപിതാക്കൾ കഷ്ടത്തിലും പ്രയാസത്തിലും കർത്താവെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോ യേശുപ്പച്ച ദുഷ്ടൻ അവരെ വഴി തെറ്റിക്കുവാൻ നോക്കുമ്പോൾ കർത്താവെ, നിന്റെ കരം അവരോട് കൂടെ ഇരിക്കണേ കർത്താവെ. കർത്താവെ, കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും കുഞ്ഞുങ്ങൾ ഇടപെടുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ കർത്താവെ. കേരള ദേശത്തൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളും കർത്താവെ മനം തിരിഞ്ഞ് കർത്താവിന്റെ അരികിലേക്ക് വരുവാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
ഒരാത്മാവ് പോലും നശിച്ചു പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യ ദേശത്തെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യ ദേശത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ നാടിനെയും കർത്താവിന്റെ വേല കർത്താവെ നടക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് മക്കളെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ദേശങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഓരോ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെയും കർത്താവെ പല ദേശങ്ങളിലുണ്ടല്ലോ കർത്താവെ. അവരെല്ലാം ആയിരിക്കുന്ന സ്ഥലത്തെ പൊനുപാതത്തിൽ സമർപ്പിക്കുന്ന ആ ദേശത്തുള്ള മക്കളെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണം പിന്നെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് കർത്താവെ തിരഞ്ഞെടുക്കണമേ കർത്താവെ. അവിടുന്ന് വിളിച്ചു വേർതിരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. കടഭാരത്തില്ല ആയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാടക കൊടുക്കാനില്ലാതെയും കർത്താവെ പലവിധமான ബുദ്ധിമുട്ടിലെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസൊക്കെയും ഇനി 2 മാസം കഴിയുമ്പോ കർത്താവെ ഉണ്ടല്ലോ യേശുപ്പച്ച. സ്തോത്രം സ്തോത്രം കർത്താവെ. സാമ്പത്തിക ഉയർച്ച കൊടുക്കണമേ കർത്താവെ. നിന്റെ മക്കളൊക്കെയും കർത്താവെ ദാരിദ്ര്യത്തിലല്ല കർത്താവെ, സമൃദ്ധിയിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ജീവിക്കുവാൻ എന്റെ ദൈവം കൃപ ചെയ്യണമേ അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം 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 യേശുവേ. വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് ഞങ്ങൾ കർത്താവെ യോഹന്നാൻ സുവിശേഷത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അവിടുന്ന് കർത്താവെ സ്വന്തം ജീവനെ തന്ന ദൈവമാണല്ലോ കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ കർത്താവെ. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് തൃപ്തിയായി തരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാവരുടെയും കടഭാരങ്ങളും വീടിപ്പോയതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. സാമ്പത്തിക ഉയർച്ച കിട്ടിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ബാങ്കിലൊക്കെ എടുത്ത കടങ്ങളും ഒക്കെ ഉണ്ട് കർത്താവെ. അതിന്റെ മേലെല്ലാം എന്റെ കർത്താവ് പ്രവർത്തിക്കണമേ കർത്താവെ. കർത്താവെ എല്ലാവരുടെയും സാമ്പത്തികത്തിന്റെ മേലെ കർത്താവെ, ആത്മീകത്തിന്റെ മേലെ കർത്താവെ, അവരുടെ ദാമ്പത്തിക ജീവിതത്തിന്റെ മേലെ ഞങ്ങൾ കർത്താവെ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ള എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ തകപ്പനാണല്ലോ അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിന്റെ അവകാശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇത്ര മഹാത്മ്യമായ കാരുണ്യം ഞങ്ങളോട് ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രാർത്ഥിച്ച മനുഷ്യ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഒരു വിഷയം കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ മേബിൾ സിസ്റ്റർ പ്രാർത്ഥിക്കോ മാമേ? സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ മാമേ മ്യൂട്ട് ഓൺ ആക്കി സജോ ഒന്ന് മ്യൂട്ട് ഓൺ ആക്കി കൊടു. മേബിള മാമേ ആ താഴത്തെ മൈക്ക് ഓണാക്ക്. ഓണാക്കാൻ അറിയത്തില്ല. അമ്മാമ അങ്ങ് പ്രാർത്ഥിച്ചു വന്നേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ ഇത്തരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ എല്ലാം കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദുഷിച്ച കാലഘട്ടത്തിൽ കർത്താവെ കുഞ്ഞുങ്ങളൊന്നും വീണുപോകുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ദൈവകൃപയിൽ ജീവിക്കുവാൻ, ദൈവാശ്രയത്തിൽ ജീവിക്കുവാനൊക്കെ കർത്താവെ ഞങ്ങളുടെ തലമുറകളെ കർത്താവ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തന്മാരുടെ തലമുറകളെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം കർത്താവ് അവരെ പരിപാലിക്കണമേ കർത്താവെ. അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇസ്രായേലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം പൊന്നുപാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ.
വചനം പറയാൻ മനോജ് കേറിയില്ലല്ലോ. മനോജ് ബ്രദർ ഉണ്ട്. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പേര് ഐഡന്റിഫൈ ചെയ്യാഞ്ഞോണ്ട് മനസ്സിലായില്ല, സോറി. വചനത്തിനായി മനോജ് ബ്രദറിനെ ആദരവോടെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വീണ്ടും കണ്ടുമുട്ടുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയല്ലോ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതുവരെയും വളരെ അനുഗ്രഹമായ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രിയ കർത്താവിന്റെ ദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയ ഗ്രേസി ആന്റിക്കായി, കുടുംബത്തിനായി, ഇതിലായിരിക്കുന്ന എല്ലാവരെയും, പ്രിയ കർത്താവിന്റെ ദാസൻ, പ്രിയ സിജോ, അങ്ങനെ പ്രിയ സാജൻ പാസ്റ്ററെ കുടുംബം, എല്ലാവരെയും, ഷേർലി സിസ്റ്ററെ കുടുംബം, സാറാമ്മ സിസ്റ്ററെ കുടുംബത്തും, സലീല, ലക്ഷ്മി, റീന, പെണ്ണമാൻഡി, നാൻസി, സജി, മോനിഷ, മഞ്ജുഷ, മേബൽ, ജെയിൻ, ജെഫിൻ, ബിന്ദു, ജയൻ, ബിന്ദു, അലക്സ് സാമുവൽ, എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ഒരപ്പന്റെ മക്കളാകുന്ന നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എന്റെ ശബ്ദം കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹോസ്റ്റായിട്ടിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ എന്നെ കോ ഹോസ്റ്റ് ആക്കിയാൽ വളരെ ഉപകാരമായിരുന്നു. സ്തോത്രം. താങ്ക് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയുടെ നടുവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. പ്രിയ അലക്സാച്ചാനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ബിന്ദു സിസ്റ്ററായിട്ട്, മേബിൾ സിസ്റ്ററിന്റെ ഫാൻ മാത്രമേ കാണുന്നുള്ളൂ, ഫാനല്ല ടെറസ് മാത്രമേ കാണുന്നുള്ളൂ. ദൈവം സഹായിക്കട്ടെ. നമ്മൾ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. പ്രിയ കർത്താവിന്റെ ദാസനെ, പ്രിയ അലക്സ് സാമുവലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ബിന്ദു വിജയനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരു കുടുംബമാണ്. മഞ്ജുഷയ്ക്കായിട്ട് സ്തോത്രം. നമ്മൾ മറഞ്ഞിരിക്കേണ്ടവരല്ല, കർത്താവിൽ പ്രസിദ്ധരാകേണ്ടവരാണ്. സ്തോത്രം. നാം മറഞ്ഞിരിക്കുമ്പം 3 മാസമേ നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മോശയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനിടയായി. സ്തോത്രം. നമ്മൾ ഒരു നാൾ പുറത്തു വരേണ്ടവരാണ്. സഭയിൽ നിന്ന് പ്രാപിച്ചത് നാം ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ പുറത്തു വരേണ്ടവരാണ്. സ്തോത്രം. നമ്മുടെ ഈ വന്ന കാലത്തെ സഭയുടെ പരാജയം ഇത് തന്നെയാണ്. സഭയ്ക്കകത്തിൽ കൈകൊട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാമുണ്ട്, അത്ഭുതങ്ങളുണ്ട്. പക്ഷെ അത് സഭയ്ക്കകത്തിൽ നിന്നും പ്രാപിച്ചത് ദൈവജനത്തിന് ജാതികളുടെ നടുവിൽ ഘോഷിക്കണം. സ്തോത്രം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? 600,000 ജനങ്ങളെ നയിച്ച മോശയെ, സ്തോത്രം, ഒതുക്കി വെക്കാനായിട്ട് ശ്രമിച്ചു. മോശ ഒന്നുമില്ലാതെ ഇറങ്ങിയ അമ്മയും അപ്പനും ദാനമായി സമ്പത്ത് കൊടുത്തത് ഞാങ്ങണപ്പെട്ടകം. അവിടെ നിന്ന് ഇറങ്ങിയ മോശയെ പ്രസിദ്ധമാക്കിയത് എന്താണെന്നറിയാവോ? ഫറവോന്റെ ശത്രുതയാ. ആ രാജ്യം ഭരിക്കുന്ന ഫറവോന്റെ മുൻപിൽ ഒരു മോശയെ ദൈവം നിർത്തിയത് എങ്ങനെയാണെന്നറിയാവോ? വിവിധ കാലഘട്ടങ്ങളിലൂടെ നടത്തിയ. അങ്ങനെയെങ്കിൽ നാം നടന്നു വന്ന പാതകൾ നമ്മുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നത് പോലെ ദൈവനാമ മഹത്വത്തിനായി ദേശത്തിന്റെ നടുവിൽ ഇറങ്ങി ഘോഷിക്കാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വില കൊടുത്തു വാങ്ങിച്ചത്. രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? സമ്പത്തിന് വേണ്ടിയിട്ടാ, പദവിക്ക് വേണ്ടിയിട്ടാ. പക്ഷെ നമ്മളുടെ പദവി, നമ്മുടെ രാജ്യം, നമ്മുടെ മെമ്പർഷിപ്പ് ഇവിടെ ഒരു ഡിനോമിനേഷനിലുമല്ല, AG-യിലുമല്ല, ചർച്ച് ഓഫ് ഗോഡിലുമല്ല, ഇൻഡിപെൻഡന്റിലുമല്ല, ഒന്നുമല്ല. സ്വർഗരാജ്യത്തിലാണ്, നിത്യയുടെ തുറമുഖത്താണ്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളായി നമ്മളെ ദേശത്തിന്റെ നടുവിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ സഭയിൽ നിന്ന് പ്രാപിച്ചത് നമ്മെ പോലെ കഷ്ടമനുഭവിച്ച, ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അന്ധതയിൽ കിടക്കുന്ന, കല്ലിനെയും മണ്ണിനെയും ദൈവമായി പ്രതിഷ്ഠിച്ച് ഹൃദയം കാഠിന്യം കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ കിടക്കുന്നവരെ, സ്തോത്രം, അവരെ ദർശനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, സ്തോത്രം, ദർശനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് നാം മുഖാന്തരം സാക്ഷീകരിക്കണം. മോശയെ കൊണ്ട് ഏൽപ്പിച്ച അങ്ങനെ. മോശ വിചാരിച്ചു എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. കർത്താവ്, ഇവരെല്ലാം എന്റെ നേരെ പിറുവിറുക്കുന്നുണ്ട്, എറിയാൻ കല്ലെടുക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഈ ചോദ്യമാണ് എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് ഇന്ന് ചോദിക്കുന്നത്. സ്തോത്രം. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? ഐ ആം റെഡി ടു. ആ പോയിന്റിൽ ഉണ്ടെങ്കിൽ നമ്മെ
ശ്രേഷ്ഠമായി നയിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിന് മാത്രം കൊടുത്താണ്. സ്തോത്രം. അപ്പൊ ഒന്നുമില്ലാതെ പുറപ്പെട്ട ഒരു മോശയെ പ്രസിദ്ധമാക്കി തീർത്തു. കഴിഞ്ഞ ദിവസം നാം സംസാരിച്ചല്ലോ മോശയുടെ അടക്കം എങ്ങനെയായിരുന്നെന്ന്. ചുരുക്കം പറഞ്ഞാൽ മോശയുടെ കല്ലറ പോലും ശാസ്ത്രത്തിനോ വിദഗ്ധന്മാർക്കോ പണ്ഡിതന്മാർക്കോ കണ്ടുകെട്ടാനായിട്ട് സാധിക്കത്തില്ല. ഇനിയുള്ള കാലവും ഭൂമിയുള്ളിടത്തോളം കാലം സാധിക്കത്തില്ല. സ്തോത്രം. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ അവിടെ ഒരു കുരിശ് നാട്ടി അവിടെ പള്ളി പണിഞ്ഞേന്. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. രണ്ടാമതൊരുവനിറങ്ങി, യോസഫ്. അവന് നിർവാണമായിട്ട് ഇറങ്ങിയ. സ്തോത്രം. ദർശനം കണ്ട ഒരു അപ്പന്റെ ഭവനത്തിൽ നിന്നാണ് ദർശനക്കാരനെ വെളിയിലാക്കിയത്. മനസ്സിലായോ? നമുക്ക് ദൈവം ദർശനം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? നിത്യമായ ഒരു ദൈവം, നിത്യനായ ദൈവം, ജീവനുള്ള ദൈവം, സംസാരിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം. കല്ലോ മരമോ ഒന്നുമല്ല. കണ്ണുണ്ടായിട്ടും കാണാത്തതും, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തതും, കൈയുണ്ടായിട്ടും പ്രവർത്തിക്കാത്തതും, കാലുണ്ടായിട്ടും നടക്കാത്തതും എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ചെയ്യാത്ത ഒരു ബിംബത്തിന്റെ മുൻപിൽ നിൽക്കുന്നവരല്ല നാം ഓരോരുത്തരും. ജീവനുള്ള ദൈവത്തിന്റെ സന്തതികളാണ് നമ്മൾ. അപ്പൊ ജീവനും ചൈതന്യവും പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നാം പ്രാപിച്ച ദൈവിക അഭിഷേകം ജ്വലിപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ മീറ്റിങ്ങുകൾ, നമ്മുടെ കൂടിവരവുകളെല്ലാം കർത്താവിൽ എന്നവണ്ണം കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്തെടുക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവ് എന്ന സകല മഹത്വത്തിനും കർത്താവ് എന്ന സകല നന്മയ്ക്കും കാരണഭൂതനായിരിക്കുന്നത് കർത്താവ് മാത്രമാണ്. കർത്താവിന്റെ നാമം മാത്രമേ ഉയരാവൂ. സ്തോത്രം. വേറൊന്നും ഉയരണ്ട. യോസഫ് ദർശനം കണ്ട യോസഫിനെ എടുത്ത് സഹോദരന്മാർ കുഴിയിലിട്ടു. കുഴിയിലിട്ടപ്പോൾ അവന്റെ ദർശനത്തിന് ഭംഗം വന്നില്ല. ദർശനം ജ്വലിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. സഹോദരന്മാരാണ് കുഴിയിലിടുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. സഹോദരന്മാർ, ഒരപ്പന്റെ ചോരയിൽ പിറന്ന സഹോദരന്മാർ അപ്പനെ തെറ്റിദ്ധരിപ്പിച്ച്, സ്തോത്രം, കാട്ടുമൃഗത്തിന്റെ ചോര പുരട്ടി അപ്പൻ തയ്പ്പിച്ച കുപ്പായത്തിന്റെ മേൽ അസൂയപ്പെട്ട് അവനെ കുഴിയിലാക്കി അപ്പന്റെ കയ്യിൽ കൊടുത്ത് അപ്പന്റെ ഗന്ധം പോലും ശത്രു തടഞ്ഞു വെച്ച്, സ്തോത്രം, മകനെ പറ്റി വിലപിക്കുന്ന ഒരു അപ്പനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇങ്ങനെ ചോദിച്ചു, തമ്പുരാനെ, ജനിപ്പിച്ച അപ്പനെ സ്വന്തം മകന്റെ ഗന്ധം മനസ്സിലാക്കുവാൻ ശത്രു ഇടയാക്കിയില്ലല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞത്, തലമുറകളെ നശിപ്പിക്കാനായി പലതും ചട്ടം കൂട്ടി വട്ടം കൂട്ടി ഒരുക്കും. സ്തോത്രം. അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന സന്തതി ഞാങ്ങണപ്പെട്ടതിൽ സംരക്ഷിക്കുന്ന ദൈവമാ. ആരാണ്ട് ഒരു തലമുറയോട് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു. സ്തോത്രം. ഞാങ്ങണപ്പെട്ടത്തിൽ സൂക്ഷിച്ചതുപോലെ തലമുറയെ സൂക്ഷിച്ച്, സ്തോത്രം, അടുത്തൊരു ശുശ്രൂഷ തലത്തിലേക്ക് ഇറക്കുവാൻ തക്കവണ്ണം, സ്തോത്രം, ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം പ്രതിസന്ധിയുടെ നടുവിൽ ഇരിക്കുന്ന ജനത്തെ എന്റെ ആരാധനയ്ക്കായി വിടുവിക്കുവാൻ കൽപ്പന കൊടുക്കുന്ന അധികാരപത്രം ലഭിച്ച സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് സ്ഥാപിതമായ തലമുറയാണ് എന്റെയും നിങ്ങളുടെയും. സ്തോത്രം. എത്രമേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. സ്തോത്രം. തലമുറയില്ലാതെ കരഞ്ഞതിന്റെ നടുവിൽ തമ്പുരാന്റെ ചലനം മൂലം ചലനമറ്റ കിടന്ന ചില, സ്തോത്രം, ശിരകളിലൂടെ തമ്പുരാന്റെ വചനം പ്രവഹിച്ച്, സ്തോത്രം, തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നാം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ. തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം. സ്തോത്രം. അമ്മയപ്പന്മാർ കരുതിയ മോശയെ പെട്ടകത്തിൽ കടത്തിയപ്പോഴും അവിടെയും ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. സ്തോത്രം. മിസ്രയീമിന്റെ മണ്ണിൽ സ്വന്തം ദേവനായി ആരാധിച്ചിരുന്ന ആ നൈൽ നദിയിൽ കൊല്ലുവാൻ ഏൽപ്പിച്ചപ്പോഴും അവിടെ ചിരി തൂകി കർത്താവിന്റെ, സ്തോത്രം, തമ്പുരാന്റെ സാന്നിധ്യം അറിയിച്ചവനാണ് മോശ. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയും, ദൈവമക്കളെ, നമ്മൾ വീർത്ത് കെട്ടിയിരിക്കേണ്ടവരല്ല. സ്തോത്രം. ചുറ്റും നോക്കി ഒന്ന് ചിരിച്ചാട്ടെ. ഇതിനേക്കാട്ടിലും അപ്പുറം, സ്തോത്രം, ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്ന ദൈവമാ. സ്തോത്രം. മോശയുടെ ഒരു ചിരിയിൽ ഫറവോന്റെ മകളെ ആകർഷിക്കാൻ പറ്റിയെങ്കിൽ, സ്തോത്രം, ആ ദിവ്യ സൗന്ദര്യം എന്നിലും നിങ്ങളിലും ഉണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന, സ്തോത്രം, ആളത്തിൽ നമ്മളിൽ ഇരിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണ് ഞാൻ ഇരിക്കുന്നത്. സ്തോത്രം.
പത്രോസിന്റെ ജീവിതത്തിൽ മുക്കുവനായിരുന്നവന്റെ നടുവിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ അവൻ തികവ് പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവിൽ രക്ഷ സ്വീകരിച്ച് നാം പരിശുദ്ധാത്മാവിൽ അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ജ്ഞാനത്തിലല്ല പരിജ്ഞാനത്തിൽ മുന്നേറി കർത്താവിനോട് ചേർന്ന് വസിക്കാനിടയാകട്ടെ. സ്തോത്രം. ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞു നിർത്തുന്നു. സ്തോത്രം. എനിക്ക് എന്റെ വാക്ചാതുര്യങ്ങൾ കൊണ്ട് നമുക്കൊന്നും സാധിക്കാനില്ല. സ്തോത്രം. എന്നെ നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ സാക്ഷിയായി നിന്ന് പറഞ്ഞ് മറ്റൊരുവിൽ കൊടുക്കുമ്പോൾ അവർക്കത് ആശ്വാസമാവും. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നിലൂടെ പുറപ്പെട്ട ഒരു വാക്ക് എനിക്ക് പിന്നെയും ചിന്തിപ്പാനിടയായി. മാനസിക അസ്വസ്ഥത നിമിത്തം രോഗത്താൽ ഭാരപ്പെട്ടവർക്ക് വേണ്ടി നിന്നെ ഞാൻ ശുശ്രൂഷയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാക്ക് എന്റെ ജീവിതത്തിൽ 2025 4-ാം മാസവും പൊങ്ങി വരുവാനിടയായി. സ്തോത്രം. നമ്മളെ നടത്തുന്ന വഴികളാ. കഷ്ടതയിലൂടെ നടത്തും, പ്രയാസങ്ങളിലൂടെ നടവും. ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ഭാര്യയുടെ സാമീപ്യം നമുക്ക് കിട്ടത്തില്ല, ഭർത്താവിന്റെ സാമീപ്യം നമുക്ക് കിട്ടത്തില്ല. സ്തോത്രം. കൂട്ടുസഹോദരങ്ങളുടെ സാമീപ്യം കിട്ടത്തില്ല. അപ്പന്റെ സ്നേഹം ഒരുപക്ഷെ കവർന്നെടുക്കുവാൻ സ്വന്തം സഹോദരന്മാർ ശ്രമിക്കും. പക്ഷെ അവിടെയൊന്നും സർവശക്തനായ ദൈവം നമ്മെ വിട്ടുകൊടുക്കത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ഇന്റർവ്യൂ ഇല്ലാതെ സ്തോത്രം ജോലി നൽകുന്ന ദൈവമാണ്. തമ്പുരാൻ സൃഷ്ടിച്ചതാ നമ്മളെ. ഇന്റർവ്യൂ ഇല്ലാതെ ജോലി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഭൗതികമായിട്ട് ദൈവം അനുഗ്രഹിക്കുമോ? അനുഗ്രഹിക്കും. കേട്ടോണം. സ്തോത്രം. ഫറവോന്റെ സന്നിധിയിൽ കിടക്കുന്ന സമ്പത്ത് ആരാ ഉപയോഗിച്ചേ? സ്തോത്രം. യോസഫ് ഉപയോഗിച്ചു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ യോസഫ് കിടന്നപ്പോൾ, കുഴിയിൽ തള്ളിയിട്ടപ്പോൾ അവന്റെ ഭാവി കാലത്തിന്റെ ശുശ്രൂഷയ്ക്ക് അവന്റെ 4-ാം തലമുറ വരെ അനുഭവിക്കേണ്ടത് ഫറവോനെ കൊണ്ട് ദൈവം ഉണ്ടാക്കിച്ച്, സ്തോത്രം, ഫറവോന് തത്തുല്യമായ യോഗ്യത കൊടുത്ത് യോസഫിനെ അവിടെ ദൈവം ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. നാം ഇറങ്ങിയാൽ മതി. നമ്മെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടോ? അസാധ്യമായിട്ടൊന്നുമില്ല. ആരോ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാണ്. സ്തോത്രം. നീ മുട്ടുമടക്കിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മറിയോട് പറഞ്ഞതുപോലെ, സ്തോത്രം, സഖരിയാവിന് പറഞ്ഞതുപോലെ, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം, സ്തോത്രം. വായടക്കേണ്ട സമയത്ത് തമ്പുരാൻ വായടയ്ക്കും. വാ തുറക്കേണ്ടെന്ന സമയത്ത് തമ്പുരാൻ വാ തുറക്കും. അവിശ്വസ്തനായി ആരും ഇരിക്കരുത്. അവിശ്വസ്തനായിരുന്ന സഖരിയാവിന്റെ വാക്ക് അതേ ദൂതൻ ഇറങ്ങിയ സഹോദരിയോട്, ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ അതിന് ആമേൻ പറഞ്ഞു. അത് അവളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. വാഗ്ദത്തം നിറവേറുന്നിടം വരെ സഖരിയാവിന്റെ വാക്ക് നാവ് അടഞ്ഞുപോയി. സ്തോത്രം. യോഹന്നാന് പേരിട്ടത് സഖരിയാ പുരോഹിതൻ. തക്ക സമയത്ത് വാ തുറക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നാം മൗനമായിരുന്ന് ദൈവസന്നിധിയിൽ നിന്നും പലതും പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. യോസഫിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഇറങ്ങിയ യോസഫെ 4 തലമുറകൾക്ക് ഭക്ഷിക്കേണ്ടതും ആ ദേശത്തിന്റെ ക്ഷാമം മാറ്റിയെന്ന്. എന്താണെന്നറിയാവോ? സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി അപ്പം കൊടുക്കുവാൻ സ്വന്തം പിതാവ് പറഞ്ഞയച്ചു. ആട് മേയ്ക്കുന്നിടത്ത് സഹോദരങ്ങൾക്ക് ക്ഷേമമാണോ എന്ന് അറിഞ്ഞു വരുവാൻ ഭക്ഷണപ്പൊതിയുമായി നടന്നു നീങ്ങിയ യോസഫിനോട്, സ്തോത്ര, സഹോദരങ്ങൾ പറഞ്ഞു, ദാ വരുന്നു ദർശനക്കാരൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു ദർശനം തന്നിട്ടുണ്ടോ? ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ടോ? അതിനെ അയവിറക്കി പ്രാർത്ഥിക്കുക. അതിന്മേൽ പൊരുന്നിരുന്നു പ്രാർത്ഥിക്കുക. ദൈവം അതിന്റെ, സ്തോത്രം, പരിസമാപ്തിയിലേക്ക് കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന ദൈവമാ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യം തെളിവായി അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ ദർശനം അതിന്റെ അന്ത്യത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. തെളിവായി എഴുതിയാൽ മതി, പരിസമാപ്തിയിലേക്ക് ആ ദർശനം എത്തിച്ചേരും. സ്തോത്രം. ഫറവോൻ സൃഷ്ടിച്ച സകല നന്മകൾക്കും ഉടയവനായിരുന്ന, അധിപതിയായിരുന്ന യോസഫിനെ കൊണ്ട് ദൈവം നടത്തി. മാത്രമല്ല, യോസഫിന്റെ അപ്പന് വരാനുള്ള രഥം ആരാ ഒരുക്കി കൊടുത്തേ?
ഫറവോൻ വിട്ടുകൊടുത്തു. എടാ കുഞ്ഞെ, നീ ദൈവത്തിന് വേണ്ടി നിൽക്ക്. നീ കാറിനും വീടിനും പൈസയ്ക്കും പണത്തിനും ജോലിക്കും വേണ്ടി പോകണ്ട. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ അത് നിന്റെ അടുക്കൽ വരും, നിന്റെ തലമുറയിൽ വരും. യോസഫ് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഫറവോന്റെ വീട്ടിൽ കിടന്ന കുതിര പൂട്ടിയ ശ്രേഷ്ഠകരമായ രഥം യോസഫിന്റെ അപ്പനെ കയറ്റുവാൻ ചെന്നെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവവേലയ്ക്ക് ചുമൽ കൊട്. തമ്പുരാൻ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ. അതിനുവേണ്ടി ചുമൽ കൊടുത്താൽ തമ്പുരാൻ നമ്മെ ശ്രേഷ്ഠമായി മാനിക്കും. സ്തോത്രം. ഞാൻ 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്റെ സബ്ജക്റ്റ് അതല്ല. സ്തോത്രം. പ്രാരംഭമായി ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം തോന്നി, അതുകൊണ്ടാണ്. സ്തോത്രം. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് നമുക്കൊരു പാസേജ് നമുക്ക് വായിക്കാം. ആരെങ്കിലും ശബ്ദമുയർത്തി വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ട് താഴോട്ട്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ സ്തോത്രം. താങ്ക് യു. ഇപ്പൊ ഇവിടെ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിൽ 3 ഉപമകളാൽ നിബിഡമായി നമ്മെ പഠിപ്പിക്കുവാൻ ശക്തനായ പരിശുദ്ധാത്മാവ് രചിച്ച് നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. സ്തോത്രം. 3 ഉപമകളെ നമ്മളെ, സ്തോത്രം, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നാം ആരായിരിക്കുന്നു, നാം ആരായിരിക്കണം എന്നുള്ള തികവുറ്റ തിരുവചനത്തിന്റെ സത്യങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുക. സ്തോത്രം. അതിങ്ങനെ പറയുന്നു, അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? സ്തോത്രം. ഇവിടെ പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഇവിടെ പറയുന്ന ഈ 66 പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് യഹൂദിന്റെ കൾച്ചർ അനുസരിച്ചാ. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം, ഒരു യഹൂദ സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ഒരു യഹൂദൻ ആഗ്രഹിച്ചാൽ അവളെ ചെന്ന് കണ്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് കാണാൻ പോകുന്ന പുരുഷൻ ഒരു കൈയിൽ ചെറിയ കുപ്പി ഒരു വീഞ്ഞും വലത്തെ കൈയിൽ അവൻ അതുവരെയും സമ്പാദിച്ചിരുന്ന സമ്പത്തിന്റെ ഒരു ഭാഗവും കൊണ്ടാണ് ഈ പെണ്ണ് കാണാൻ പോകുന്നത്. നമ്മുടെ അവിടെ പോകുന്ന പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഇപ്പം വളരെ ശ്രേഷ്ഠമാണ്. സ്തോത്രം. യഹൂദിന്റെ കൾച്ചർ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ആ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ കാണാൻ പോകുമ്പോൾ ചെറിയ കുപ്പി ഒരു വീഞ്ഞും വലത്തെ കൈയിൽ അതുവരെയും സമ്പാദിച്ച് വെച്ചിരുന്നതിന്റെ ഒരു ഭാവവും കൂടെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പുരുഷൻ സ്ത്രീയുടെ നേരെ നീട്ടും ഈ വീഞ്ഞുപ്പി. ഈ വീഞ്ഞ് അവൾ ഭക്ഷിച്ചാൽ, പാനം ചെയ്താൽ അവക്ക് വരനെ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ഈ വീഞ്ഞ് അവൾ നുകർന്നാൽ വന്ന വരനെ, വധുവിനെ, പ്രതിശുദ്ധ വധുവിനെ ഇഷ്ടമായി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവൻ അതുവരെയും അവന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ സഹകർമ്മിണിക്ക് വേണ്ടി ചേർത്ത് വെച്ച ആ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം അവളെ ഏൽപ്പിക്കും. ആ സമ്പാദ്യത്തിന്റെ പങ്കാണ് ഇവിടെ പറഞ്ഞത് 10 ദ്രഹ്മ. മനസ്സിലായോ? കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. പ്രതിശ്രുത വരൻ നമ്മുടെ ഭാവി ജീവിതത്തിന് വേണ്ടി കരുതിയ അതിലൊരു പങ്ക് ആ വധുവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇത് സൂക്ഷിച്ചു വെക്കും. നമ്മളെ പ്രിയപ്പെട്ടതെല്ലാം സൂക്ഷിച്ചു വെക്കത്തില്ലേ? അതുപോലെ സൂക്ഷിച്ചു വെക്കും. ഏത് സമയം ഈ ദ്രഹ്മയെ നോക്കും. എന്റെ കാന്തൻ, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന കാന്തൻ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ദ്രഹ്മയാണ്. ദിവസവും നോക്കും, ഏത് സമയവും നോക്കും.
അങ്ങനെ ലഭിച്ചതാണ് ഈ 10 ദ്രഹ്മ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെയും സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? സ്തോത്രം. നമ്മുടെ കയ്യിൽ തമ്പുരാൻ അനവധി ദ്രഹ്മകൾ നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കൃപാവരങ്ങളാകുന്ന ദ്രഹ്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ദ്രഹ്മ, ഉപവാസത്തിന്റെ ദ്രഹ്മ, കണ്ണീരിന്റെ ദ്രഹ്മ, സഹതാപത്തിന്റെ ദ്രഹ്മ, പങ്കുവയ്ക്കലിന്റെ ദ്രഹ്മ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. സ്തോത്രം. ആത്മാവിന്റെ ഫലങ്ങളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന വിളക്ക് കത്തിക്കണമെന്നുണ്ടെങ്കിൽ കെട്ടുപോയിട്ടുണ്ടാവാം, എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ നഷ്ടപ്പെട്ട ഇടത്തേക്ക് നാം നടന്നു നീങ്ങി നഷ്ടപ്പെട്ടിടത്ത് ചെന്ന് തമ്പുരാനോട് പറ, കർത്താവേ, തമ്പുരാനെ, എനിക്ക് ഇന്ന ദ്രഹ്മ നഷ്ടപ്പെട്ടു. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. നഷ്ടപ്പെട്ടിടത്തേക്ക് നടന്നു നീങ്ങി നഷ്ടപ്പെട്ടൽ എവിടെയാണോ അവിടെ ചെന്ന് തമ്പുരാനോട് പറ, കർത്താവേ, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് കുറവ് സംഭവിച്ചു, എന്റെ വചനധ്യാനത്തിൽ കുറവ് സംഭവിച്ചു, എന്റെ കൂട്ടായ്മയിൽ എനിക്ക് കുറവ് സംഭവിച്ചു. ഏറ്റു പറഞ്ഞാട്ടെ, കർത്താവ് ഇരട്ടി പങ്കായി തിരിച്ചു നൽകുവാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. നഷ്ടപ്പെടലിന്റെ വേദനയോടെ ആരോ ഇരുന്ന് തേങ്ങുന്നു. സ്തോത്രം. തലമുറകളുടെ നഷ്ടം നിനക്ക് നികത്താൻ പറ്റത്തില്ലെന്ന് സ്തോത്രം ഇരുന്ന് കരയുന്ന പ്രിയ മാതാവേ, സ്തോത്രം. തമ്പുരാൻ പണിയുന്ന, തമ്പുരാൻ ഉരുവാക്കിയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ അതിനെ വളർത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഒരു ശത്രുവിനും ഒരു ഞാങ്ങണയിലിരിക്കുന്ന വിഷജന്തുക്കൾക്കോ അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവുന്ന വിളക്ക് കത്തിച്ച് സ്തോത്രം നീ ജ്വലിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഇരുട്ടത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നീ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി പങ്ക് ദൈവം നമ്മുടെ കരത്തിൽ തരും. നഷ്ടപ്പെട്ടതും കൂടെ ചേർത്തു തരുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താട്ട്. സ്തോത്രം. അപ്പം അവിടെ ഇരുട്ടുണ്ടായത് കൊണ്ടാണ് നഷ്ടപ്പെട്ടു എന്ന് ഇവൾക്ക് മനസ്സിലായത്. സ്തോത്രം. അപ്പൊ നമ്മൾ നഷ്ടപ്പെട്ട എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചോണം. ആ നഷ്ടപ്പെട്ട സ്ഥലത്തെ പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് അവിടുന്ന് ഘാതങ്ങൾ ഓടുവാനുള്ള ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും. ഇവിടെ എഴുതിയിരിക്കുന്നു, കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ. അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവ് എന്ന വിളക്ക് കത്തിക്കുമ്പോൾ വീടൊന്ന് അടിച്ചു വാരണം. എവിടെയെല്ലാം കുറവുകളുണ്ടോ, എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എവിടെയെല്ലാം പിറുപിറുപ്പുണ്ടോ, എവിടെയെല്ലാം ചേർച്ചയില്ലാതുണ്ടോ, അവിടെയെല്ലാം ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ, സ്തോത്രം, നമുക്കറിയാം എവിടെയാ ഇത് നഷ്ടപ്പെട്ടതെന്ന്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെയാണ് നഷ്ടപ്പെട്ടത്? സ്നേഹം, ദൈവസ്നേഹം എവിടെയാണ് നഷ്ടപ്പെട്ടത്? കൂട്ടായ്മ എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഇതെല്ലാം നമുക്ക് കണ്ടുകിട്ടാനായിട്ട് സാധിക്കും. അപ്പം വിളക്ക് കത്തിക്കുമ്പോൾ പ്രകാശം വരും. പ്രകാശം വന്നു കഴിയുമ്പോൾ എല്ലായിടും അടിച്ചു വാരി വൃത്തിയാക്കി, സ്തോത്രം, അവിടെ ഇങ്ങനെ പറയുന്നു, അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? നിസ്സാരമായി അന്വേഷിച്ചാൽ പറ്റത്തില്ല. വളരെ സൂക്ഷ്മമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ അത് മടക്കി തരുവാൻ ശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിൽ ഒന്ന് ജ്വലിച്ചാൽ മതി. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ദിനം പ്രതി അനുനിമിഷം ജ്വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദൈവം കൃപാവരങ്ങളാൽ നമ്മെ നിറയ്ക്കുവാനായ ശക്തനായ ദൈവമാണ്. ഇരുട്ടിനെ മാറ്റി, സ്തോത്രം, ജ്വലിപ്പിക്കാൻ തക്കവണ്ണം, നാം ആയിരിക്കുന്ന ദേശത്തെ, കുടുംബത്തെ നമ്മെ ജ്വലിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ചിന്തിപ്പാനിടയായി, നാം അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും.
നാം എന്ന വ്യക്തി ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അയൽക്കാർ അനുഗ്രഹിക്കപ്പെടും. നാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ആദ്യമേ നമ്മളാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത്. സ്തോത്രം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെയും സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടിയാൽ നമ്മൾ നരകത്തിന് യോഗ്യമായി തീർന്നു. അന്ധകാരത്തിന് യോഗ്യമായി തീർന്ന നമ്മളെ ക്രിസ്തു നമ്മളെ കണ്ടെടുത്തത് കൊണ്ട്, ക്രിസ്തു നമുക്ക് വെളിച്ചമായതുകൊണ്ട് നാം നിത്യതയുടെ അവകാശികളായി തീർന്നു. സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ നിത്യയുടെ സുവിശേഷം, നിത്യമായ രാജ്യത്തിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതിനാണ് നമ്മളെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. എന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇപ്പൊ നമ്മുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്ന രീതിയിൽ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് നഷ്ടപ്പെട്ടത് എവിടെയാണോ അത് കണ്ടുകിട്ടും വരെയും സൂക്ഷ്മതയോടെ പരിശോധിച്ച്, സ്തോത്രം, ഒരുമിച്ച് സന്തോഷിപ്പാൻ, കുടുംബമായി ഭാര്യയും ഭർത്താവും സന്തോഷിപ്പാൻ, ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും സന്തോഷിപ്പാൻ, ദേശം ഒരുമിച്ച് സന്തോഷിപ്പാൻ, അയൽക്കാർ ഒരുമിച്ച് സന്തോഷിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, അടിയന് നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ ജീവിതത്തിൽ നൽകണമേ. കണ്ണീരോട് ഒരു നാൾ പ്രാർത്ഥിക്കുമായിരുന്നു, കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഭൗതികത്തിന് വേണ്ടിയിട്ടല്ല, കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് എന്നെ ഒന്നുകൂടെ ഒന്ന് ജ്വലിപ്പിക്കണമേ, എന്നെ ഒന്ന് പ്രകാശിപ്പിക്കണമേ, എന്നെ ഒന്നുകൂടെ ഒന്ന് ഉയർത്തണമേ. ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്ന രീതി, അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ എന്നെ ഒന്ന് പണിയുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അവരൊന്ന് മനസ്സ് ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ഹൃദയത്തിലൊന്ന് പറഞ്ഞാൽ, കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ ഇന്നതാണ്, കർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവെന്ന വിളക്ക് എന്നിൽ ഒന്നുകൂടെ ജ്വലിപ്പിപ്പാൻ തക്കവണ്ണം, കർത്താവ് എന്നെ ഒന്നുകൂടെ ഒന്ന് പുതുക്കം പ്രാപിപ്പാൻ, എന്റെ കൃപാവരങ്ങളെ ഒന്നുകൂടെ പുതുകുവാൻ. 1975 രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം, 80 രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടാവാം. അത് ഒന്നുകൂടെ ഒന്ന് ജ്വലിപ്പിച്ച് കൃപാവര പ്രാപ്തരായി, സ്തോത്രം, കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി അയൽക്കാരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ, അയൽക്കാരും ഒരുമിച്ച്, സ്തോത്രം, സന്തോഷിപ്പാൻ ഇടയാക്കേണ്ടതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടോ. സ്തോത്രം. നാം ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. നമുക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചു, അനേക പേർ ഇടിവിൽ നിന്നു. അതുകൊണ്ടാണ് നമ്മെ ക്രിസ്തുവിൽ ആക്കി വച്ചിരിക്കുന്നത്, നമ്മുടെ പേർ ജീവന്റെ പുസ്തകത്തിലാക്കി വച്ചിരിക്കുന്നത്. സ്തോത്രം. പിന്മാറിപ്പോയവരോട്, സ്തോത്രം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ മടക്കി കൊണ്ടുവരേണ്ടതിന് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമല്ല, ജീവിതത്തിൽ പ്രവൃത്തിയായി പരിണമിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ തികവ് പ്രാപിക്കുന്നത്. നാം സാക്ഷ്യമായി ദേശത്തിന്റെ നടുവിൽ ജീവിക്കണം. ഞാൻ സാക്ഷ്യമായി സമൂഹത്തിന് മുൻപിൽ നടക്കണം. അത് മാർക്കറ്റ് ആയാലും ശരി, പള്ളി ആയാലും ശരി, ആലയമായാലും ശരി, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാണെന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ വേണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ കൂട്ടാളികളായി നമുക്ക് സന്തോഷിപ്പാൻ ദൈവം ഇടയാകും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കർത്താവിലെ സഹായിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, വീണ്ടും ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. സ്വർഗം അനുഭവം ചെയ്യണമേ. അടിയങ്ങളോട് സംസാരിച്ചതിനാല സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഒരു മടങ്ങി വരവിനെ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. കർത്താവ് കരുണ കാണിക്കണമേ, കൃപ ചെയ്യണമേ. മാതാപിതാക്കൾക്കായി സ്തോത്രം, കുടുംബ ബന്ധങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവർ പരസ്പരം വിശ്വസ്തയോടെ
കുടുംബമായി കർത്താവിനെ സേവിപ്പാൻ ഇടയാകണമേ. ജോലിയില്ലാത്തവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് അവരെ നിന്ദിപ്പാനെ പരിഹസിപ്പാനെ ഇടവരരുത്. കർത്താവ് അവരെ ശ്രേഷ്ഠമായി നടത്തുമാറാകണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. സ്വർഗീയ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. സ്വർഗം ഒരുപോലെ അനുഗ്രഹിച്ചിരിക്കാനുള്ള സ്തോത്രം. ഈ കുടുംബങ്ങളെ എല്ലാം അടിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിത്യയുടെ തുറമുഖത്ത് അനേക പേരെ എത്തിപ്പാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഞാൻ ഒരു അരമണിക്കൂറേ എടുത്തുള്ളൂ. നിങ്ങൾക്കത് പ്രയോജനമായെന്ന് വിചാരിക്കുന്നു. ഈ വചനം നിങ്ങൾ ചിന്തിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കൊണ്ടുവരികയാണ്. താങ്ക് യു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശം കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കുന്നതിനാലും നന്ദി പറയുന്നു. കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അഭിഷിക്തനെ സ്നേഹത്തോടെ ആദരവോടെ നന്ദി അറിയിക്കുന്നു. നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതിനായി സാജൻ ബാസ്രെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനത്തെ നാം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോയതിനെ ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ ഏറ്റു പറഞ്ഞ് ഹല്ലേലൂയ അതിനെ തിരികെ പ്രാപിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് നീങ്ങുവാൻ, അതിനുവേണ്ടി നാം ഒന്ന് തയ്യാറാകുവാൻ തക്കോണം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ തക്കോണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ എവിടെ നമ്മളുടെ ജീവിതത്തിൽ നഷ്ടമായി പോയി, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച ആത്മീയ നന്മകൾ പലതും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അതിനെ ജ്വലിപ്പിക്കുവാൻ കഴിയാതെ കണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കണ്ട് നമ്മിൽ നിന്ന് നഷ്ടമായി പോയതിനെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നു. വീണ്ടും അതിനെ ഹല്ലേലൂയ തിരഞ്ഞു പിടിച്ച് കണ്ട് കിട്ടി സന്തോഷിക്കുന്ന ഒരു അനുഭവമായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതിനായി ഇന്ന് രാത്രികാലം നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായി രാത്രി സമയത്തിനായി സ്തോത്രം. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തക്കൊണ്ടമിടയായി തീർന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ട ദൈവമായ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ, അതിൽ കൂടെ ഞങ്ങളോട് ദൈവത്തിന്റെ വചനം, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയതിനെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ തിരികെ പ്രാപിക്കുന്നതായ ഒരു അനുഭവമായി മാറുവാൻ തക്കോണം കർത്താവെ നീ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ സാക്ഷി പറഞ്ഞതായ സഹോദരിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിന്റെ ജീവിതത്തിൽ കർത്താവെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കുമാറാകണം എന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. പൈതലിന് കൊടുത്തതായ ഹല്ലേലൂയ ജോലിക്കായി സ്തോത്രം. കർത്താവ് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, എല്ലാറ്റിലും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വഴികൾ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ തക്കണം ദൈവമായ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ ജോലിക്ക് കടന്നു പോകുന്നല്ലോ, പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയാണല്ലോ. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ പകൽക്കാലം ജോലിക്ക് കടന്നു പോകുന്ന ഇടത്ത് ഒരു വലിയ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന്, ദൈവകൃപ അനുഭവിച്ചറിയുവാൻ തക്കോണം ഇടയായി തീരേണ്ടതിന്, മറ്റുള്ളവരുടെ മുൻപാകെ ശ്രേഷ്ഠയായി കാണപ്പെടുവാൻ തക്കോണം കർത്താവ് സഹായിക്കേണ്ടതിന്, അതെല്ലാ വിധത്തിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വിശ്വാസം തന്റെ ജീവിതത്തിൽ വർദ്ധിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നതായ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കോണം കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് പ്രിയ സഹോദരിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ കർത്താവെ അല്ലെങ്കിൽ വിസാഹയൊക്കെ അവിടെ സ്ഥിരമായി അവിടെ ജോലിയിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യങ്ങളൊക്കെ പലതുണ്ടല്ലോ. ദൈവം എല്ലാം അറിയുന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ കർത്താവെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. ദൈവത്തിന് സകലവും സാധ്യമെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ അല്ലെങ്കിൽ അടിപതറാതെ കണ്ട് കർത്താവെ ധൈര്യത്തോടെ മുന്നേറുവാനുള്ളതായ കൃപ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പകരപ്പെടേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം സംസാരിച്ചതായ
ദൈവത്തിന്റെ ദാസനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങളോട് കർത്താവെ നിന്റെ വചനം കൃത്യമായി ഇടപെടുവാൻ കൊണമിടയായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ പ്രാപിച്ച കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കർത്താവിൽ പ്രാപിച്ച നന്മകൾ പലതും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ അതിനെ കണ്ടുണർന്ന് കർത്താവെ അതിനെ തിരികെ പ്രാപിക്കുന്ന ഒരു ദിനങ്ങളായി മാറുവാൻ കൊണം കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല കർത്താവെ, അത് മുഖാന്തരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ സന്തോഷം, ആത്മീയ അഭിവൃദ്ധി, ആത്മീയ വിടുതൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കൊണ്ട കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് ദൈവദാസനെയും കുടുംബത്തെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ കർത്താവെ നിന്റെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേക ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാൻ കൊണ്ട് പിന്നെയും കർത്താവ് സഹായിക്കണമേ. ആത്മീയമായി നീ ബലപ്പെടുത്തുമാറാകണമേ. നന്മകളാൽ നിറച്ച് നീ വഴി നടത്തേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ കർമ്മേൽ പ്രയറിന്റെ ഗ്രൂപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാത്മനായി പ്രവർത്തിക്കുന്ന സഹോദരിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ ഡിവൈസിനെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി പേരുപേരായി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കൊണ്ട് കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയപ്പെട്ടവരായി കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കൂട്ടം ജനം കർത്താവെ ഇതിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ കൊണ്ട് കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ലോകവും അതിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കും എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ലോകമോഹങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുവാൻ ഇടയായി തീരാതെ കണ്ട് ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നവരായി തീരുവാൻ ഹല്ലേലൂയ ഈ ലോകം ഞങ്ങൾക്ക് താൽക്കാലികമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ നിത്യമായ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പാർക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ അത് നഷ്ടമായി പോകുവാൻ ഇടയായി തീരാതെ കണ്ട് കർത്താവെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവെ അതിനെ ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മീറ്റിങ്ങിന് കടന്നു വന്ന് കർത്താവെ ദൈവവചനം കേട്ട് ദൈവാലോചനകൾ പ്രാപിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആ നിത്യത ഞങ്ങൾക്ക് നഷ്ടമായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? കർത്താവ് ഒരു ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? കർത്താവെ ദൈവത്തിന്റെ വചനം കർത്താവെ ഞങ്ങൾ കേട്ട് ഗ്രഹിച്ച് കർത്താവെ ഞങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമുള്ളതൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നതിനാൽ സ്തോത്രം. കർത്താവ് ഞങ്ങളെ പിന്നെയും ബലപ്പെടുത്തണമേ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ പിന്നെയും നാളെ പകൽക്കാലം പിന്നെയും രാത്രികാലം ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി വരുവാൻ, ഒന്നിച്ച് ആത്മീയ സന്തോഷം അനുഭവിപ്പാൻ, ആത്മീയ വിടുതൽ അനുഭവിപ്പാൻ കൊണ്ട് കർത്താവ് സഹായിക്കണമേ. അല്ല നിന്റെ വരവെങ്കിൽ വരവിന് വേണ്ടി ലക്ഷ്യമാക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങളെ തന്നെ കണ്ടുണർന്നുകൊണ്ട് മുന്നേറുവാനുള്ളതായ ഒരു ദൈവകൃപ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയും കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഇപ്പോഴും എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവവചനം സംസാരിച്ച ദൈവദാസന്റെ മേലും ഹല്ലേലൂയ ഈ പ്രയർ ഗ്രൂപ്പിനോടും എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ ആമേൻ. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ക്ഷമയോടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ദൈവവചനം സംസാരിച്ച ദൈവദാസനെ ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ജെഫിൻ ബ്രദറെ പ്രൈസ് ദി ലോർഡ്. നാളെ ലീഡ് ചെയ്യാമോ?